തൂയാമേ തിയേറ്ററിൽ കണ്ടാൽ മുതലാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിജോയ് നമ്പ്യാരുടെ പടമാണ്. പുള്ളി അടിപൊളിയാണ്. ഈ പടത്തിന്റെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സൗണ്ട് മിക്സിങ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഗംഭീരമാണ്. കട്ട്സ് പിന്നെ എഡിറ്റിംഗ് ഒക്കെ വരുന്നത് ഭയങ്കര രസമാണ്. പിന്നെ അതിലെ പാട്ടുകൾ തിയേറ്ററിൽ തന്നെ എൻജോയ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ പടം തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇതുപോലെ തന്നെ ടെക്നിക്കലി ആയിട്ടുള്ള സൗണ്ട് മിക്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഗംഭീരമാണ്. പാട്ടും ഇതൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാം. പക്ഷേ ഒരു നോർമൽ സിനിമ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കഥ, തിരക്കഥ, കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി, ഒരു മൊത്തത്തിൽ നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് നൽകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സിനിമ ഒരു ആവറേജ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും നൽകുക. അതിന് കാരണം ആക്ച്വലി ഇതൊരു തൂയ മേ എന്ന് പറയുന്ന സിനിമ ഒരു തായ് ഹൊറർ ഫിലിം ഉണ്ട്, ദ പൂൾ എന്ന് പറയുന്ന 1.5 മണിക്കൂറുള്ള ഒരു സിനിമയാണ്. ഒരു പൂളിന്റെ അകത്ത് ഒരാൾ അകപ്പെട്ടു പോകുന്ന സിനിമയാണ്. ആ സിനിമ ഇതിനകത്ത് ബോളിവുഡിലേക്ക് റീമേക്ക് ചെയ്തപ്പോൾ ആക്ച്വലി ബിജോയ് നമ്പ്യാരുടെ റീസെന്റ് ഇന്റർവ്യൂ പ്രകാരം നോക്കുകയാണെങ്കിൽ പുള്ളി ദ പൂൾ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടില്ല. അപ്പോൾ അതിന്റെ ഒരു മെയിൻ തീമും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് പുള്ളി തൂയാമ എന്നുള്ള ഈ സിനിമ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമ 2.5 മണിക്കൂറുണ്ട്. ഈ 2.5 മണിക്കൂറിൽ ഇതൊരു സർവൈവൽ ത്രില്ലർ ആ ഒരു ജോണറിൽ വരുന്ന പടമാണെന്നുണ്ടെങ്കിലും ഇതിലെ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെന്റ് എന്നുള്ള രീതിയിൽ ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് മുഴുവൻ നൽകി. പിന്നെ സെക്കൻഡ് ഹാഫിലാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു സർവൈവൽ തീമിലേക്കുള്ള കഥ നടക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഈ ഫസ്റ്റ് ഹാഫിൽ വരുന്നത് അത് ഒരു ലവ് സ്റ്റോറിയാണ്. ഈ ലവ് സ്റ്റോറിയിലെ പാട്ടും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണെന്നുണ്ടെങ്കിൽ പോലും ഈ ലവ് സ്റ്റോറി പണ്ട് നമ്മൾ ഒരുപാട് കണ്ട് ശീലിച്ചിട്ടുള്ള ഇപ്പം നാലാ സോപ്പാറ ബോംബെയിലുള്ള ഒരു സ്ഥലമാണ്. അതായത് സാമ്പത്തികമായിട്ട് താഴേക്കിടയിലുള്ളവർ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലം, ആ രീതിയിലാണ്. പിന്നെ ഇതിന്റെ നായിക എന്ന് പറയുന്നത് സൗത്ത് ബോംബെയിലുള്ള ഒരു പെണ്ണ്. അപ്പൊ സോബോ ഗേൾ, നാലാ സോപ്പാറ ബോയ് എന്ന രീതിയിൽ നമ്മൾ ഒരുപാട് കണ്ടുള്ള റിച്ച് ഗേൾ, പുവർ ബോയ്, ആ ഒരു സംഭവങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതൊരു പുതിയ പടമായിരുന്നു, 2026 വരുന്നിരിക്കുന്ന പടമായതുകൊണ്ട് തന്നെ ഇതിൽ പുതുതായിട്ട് കാണിച്ചിരിക്കുന്ന ഇവർ രണ്ടുപേരും അതായത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. ഒന്ന് മിസ് വാനിറ്റി എന്ന് പറയുന്ന ഷനായ കപൂർ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സോബോ ഗേൾ ആയതുകൊണ്ട് തന്നെ ആക്ച്വലി 2.3 മില്യൺ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റേ ഒരു എമർജിങ് ആയിട്ടുള്ള ഒരു സ്റ്റാർ ആണ്. അപ്പോൾ ഇവർ തമ്മിൽ ആക്ച്വലി ഈ ലവ് സ്റ്റോറി എന്ന് പറയുന്നത് തന്നെ വളരെ ചീസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവർ കാണുന്നത്. ഇപ്പോൾ ഈ പയ്യനെ കാണുമ്പോൾ തന്നെ ഈ പെണ്ണിന് അട്രാക്ഷൻ തോന്നുന്നു. പിന്നെ എന്താ പറയുക, ഈ സിനിമയുടെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺപ്രൊട്ടക്റ്റഡ് സെക്സ്. ഷനായുടെ ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്തിരിക്കുന്ന വളരെ മോഡേൺ ആയിട്ടൊക്കെ ചിന്തിക്കുന്ന, വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഗേൾ എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഒരു അൺപ്രൊട്ടക്റ്റീവ് സെക്സ് ഇവർ നടത്തുന്നു, ഈ പെൺകുട്ടി ഗർഭിണിയാവുന്നു. അതിനകത്ത് വെച്ചിട്ടാണ് ഇവർ ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ തന്നെ ആലോചിച്ച് നോക്കണം, ബിജോയ് നമ്പ്യാർക്ക് എത്രത്തോളം ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ കഥ പറയുന്ന സിനിമയിൽ കോണ്ടന്റിന് ദാരിദ്ര്യം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അപ്പം ഇങ്ങനെയുള്ളൊരു കോൺഫ്ലിക്റ്റുമായിട്ട് ഇവർ ചെല്ലുന്നതൊക്കെയാണ് ഈ സിനിമ കാണിക്കുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ്ലി ഒരു പൂളിലാണ് നടക്കുന്നത്. അതായത് ഒരു സ്കൂബ ഒരു അക്കാഡമിയാണ്. അപ്പോൾ അവിടെയുള്ള ആ ഒരു 20 അടിയൊക്കെ വലിയ സ്വിമ്മിംഗ് പൂളായിരിക്കും. അപ്പോൾ അവിടെ അബദ്ധവശാല് പെട്ടുപോകുന്നതും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ദ പൂൾ എന്നുള്ള സിനിമയുടെ ആ ഒരു മെയിൻ സംഭവങ്ങൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. പക്ഷെ ഇതുപോലുള്ള ഒരു മോൺസ്റ്റർ, അതായത് ഒരു സർവൈവൽ ഫിലിമിലേക്ക് വരുമ്പോൾ നമുക്ക് വരുന്ന ആപത്തുണ്ടല്ലോ, ആ ആപത്ത് നമുക്കൊരു വലിയൊരു ആപത്താണ്. ഈ മെയിൻ ക്യാരക്ടേഴ്സിനെ ഒരിക്കലും ആപത്തിൽ പെടരുത്, അവർക്കൊന്നും പറ്റരുത് എന്നുള്ള ഒരു തോട്ട് ഉണ്ടല്ലോ, ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടാവണം. പക്ഷെ ഈ സിനിമയിലെ ഒരു പെർട്ടിക്കുലർ സീൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മുതലെടുത്തുണ്ട്. മുതലയുടെ കൂടെ നിൽക്കുമ്പോൾ ഒരു ഭക്ഷണം ഓർഡർ ചെയ്ത് താഴേക്ക് വരുത്താനുള്ള സീക്വൻസും കാര്യങ്ങളൊക്കെ ഇവർ കാണിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയിലുള്ള കോമഡി, അതായത് ഇവർ ഈ നായകനും നായികയും കോമഡി പറഞ്ഞുകൊണ്ടിരിക്കുക, തൊട്ടപ്പുറത്ത് ഒരു ക്രോക്കിരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു അപകടം എന്നുള്ളത് നമുക്ക് ആ ഒരു കൺവേ ചെയ്യുന്ന രീതിയൊന്നും അത്ര എഫക്റ്റീവായിട്ടല്ല. പക്ഷെ സിനിമയുടെ ടെക്നിക്കലി പടം ഗംഭീരമാണ്. എനിക്കിതിൻ്റെ എഡിറ്റിംഗ്, അതിൻ്റെ കട്ട്സൊക്കെ വരുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ മ്യൂസിക്, ബിജു നമ്പ്യാർ എല്ലാ പടത്തിലും നല്ല നൈസ് മ്യൂസിക്കും ഉണ്ടാവും. പിന്നെ ടെക്നിക്കലി ഗംഭീരമാണ് ഈ പടം. പക്ഷെ ഒരു കാര്യം ഒഴികെ ഈ ക്രോക്കിന്റെ, അതായത് ഈ മുതലയുടെ VFX, നമുക്ക് ആ മുതലയുടെ VFX കാണുമ്പോൾ അത്ര സുഖമായിട്ടൊന്നും തോന്നുന്നില്ല. ചില സമയത്തൊക്കെ കാണുമ്പോൾ ചിരി വരും. പിന്നീട് ഇവർ ഇതിൽ നിന്ന് രക്ഷപ്പെടുമോ ഇല്ലയോ എന്നുള്ളത്, അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ബാക്കി ഇവരെ രക്ഷപ്പെടും, വേറെ കുറേ ക്യാരക്ടേഴ്സ് ഒക്കെ വരുമല്ലോ. ഈ ക്യാരക്ടേഴ്സ് വളരെ ഡംബായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഈ ക്യാരക്ടേഴ്സൊക്കെ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുമ്പോൾ എന്നൊക്കെ തോന്നുന്ന രീതിയിൽ വളരെ ഡംബായിട്ടുള്ള കുറേ സീക്വൻസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇനി ആക്ടേഴ്സിന്റെ പെർഫോമൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദർശ് ഗൗരവ് ഇതിന്റെ മെയിൻ ലീഡായിട്ട് വരുന്ന പുള്ളി മ്യൂസിക്കും കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഈ പടത്തിലെ 2-3 പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട്. പുള്ളി നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതായത് ആ ഒരു നാലാ സോപ്പാറ ബോയ് എന്നുള്ള രീതിയിൽ പുള്ളിയുടെ ആ ആറ്റിറ്റ്യൂഡ്, മാനറിസം, പുള്ളിയുടെ ആ ഒരു ഡയലോഗ്, ആ മോഡുലേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പുള്ളി പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. ഷനായ കപൂറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഷനായ കപൂറിന് നല്ല രീതിയിൽ PR വർക്ക് നടക്കുന്നുണ്ട്. നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ ഷനായ ഭയങ്കര ക്യൂട്ടാണ്, ഷനായ ഭയങ്കര സ്വീറ്റാണ്. ഇനി ഇത് നമുക്ക് ഒരുപാട് പോസ്റ്റുകൾ ഒരു ദിവസം തന്നെ നമുക്ക് ഇഷ്ടം പോലെ കാണാം. ഇൻസ്റ്റയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പടം റിലീസായപ്പോൾ ഷനായയുടെ പോസ്റ്റർ, ഷനായനെ കുറിച്ചുള്ള ഒരു PR വർക്ക് മാത്രമേ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നുള്ളൂ. ആക്ച്വലി സർപ്രൈസിംഗ്ലി ബാക്കിയുള്ള ഒരു കപൂർ, ഷനായയുടെ കസിൻസിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ആക്ടിങ് പൊട്ടൻഷ്യൽ ഉള്ള ആളായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പക്ഷെ ഷനായ റിയൽ ലൈഫിൽ എന്താണോ അത് തന്നെയാണ് ഫസ്റ്റ് ഹാഫിൽ മുഴുവൻ കാണിച്ചു കൂട്ടുന്നത്. അതായത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, ആ ഒരു ഭയങ്കര പ്രിവിലേജ്ഡ് ആയിട്ടുള്ള അതൊക്കെ തന്നെയാണ്. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഒരു അപകടം, അതുകൂടാതെ ഒരു കാമുകനായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ്, പിന്നെ ഈ ഒരു സർവൈവൽ, ആ ഒരു സംഭവത്തിലേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ
ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഷനായ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള കസിൻസിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ആക്ച്വലി ആക്ടിങ്ങിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരാളായിരിക്കും. പിന്നെ ടെക്നിക്കലി ഞാൻ ഓൾറെഡി പറഞ്ഞു നല്ല രീതിയിലേക്കാണ് വരുന്നത്. ഈ പടം എൻഗേജിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് അവർ ചീസി ലവ് സ്റ്റോറി തുടങ്ങിയ കാര്യങ്ങൾ, ഈ പോർ ബോയ് റിച്ച് ഗേൾ, ഇത് എത്ര കാലം എന്ന് വെച്ചിട്ടാണ് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു സംഭവമൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ മ്യൂസിക്കൊക്കെ വെച്ച് നമുക്ക് നല്ല രീതിയിൽ ടൈം പോകും. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ, ഈ സർവൈവലിലേക്ക് വരുമ്പോൾ, സർവൈവൽ ആക്ച്വലി ആ ഒരു നമുക്ക് രക്ഷപ്പെടുമ്പോൾ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ആ ഒരു സംഭവങ്ങളൊന്നും ഇതിനകത്തൊന്നുമില്ല. ചുമ്മാ ഒരു പോപ്കോൺ ഫ്ലിക്ക് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കണ്ടിരിക്കാം. അങ്ങനെയാണ് ഈ സിനിമ. അതായത് ബിജോ നമ്പ്യാർ ഒരു ഇതുപോലെയുള്ള ഒരു സർവൈവൽ അല്ലെങ്കിൽ ഒരു മോൺസ്റ്റർ ഫിലിം എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തു. അതിൻ്റെ കൂടെ പുള്ളിക്കാരൻ ലവ് സ്റ്റോറി, അവരുടെ ഇമോഷൻ കാര്യങ്ങളെല്ലാം ട്രൈ ചെയ്തു. പക്ഷെ ഇതൊന്നും ഒന്നുപോലും പ്രോപ്പറായിട്ട് വന്നിട്ടില്ല. ലവ് സ്റ്റോറി അത് പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ടോ? അതില്ല. സർവൈവൽ തീം അത് മര്യാദക്ക് വന്നിട്ടുണ്ടോ? അതില്ല. പിന്നെ ഇതിന് മോൺസ്റ്റർ ആ ഒരു രീതിയിൽ ക്രോക്കഡൈലിനെ അത് നമുക്ക് പേടിക്കുന്ന രീതിയിൽ അത് കാണിക്കാൻ പറ്റുമോ? അതുമില്ല. അപ്പോൾ അതൊന്നും എത്താതെ പോയിട്ടുള്ള ഒരു മീഡിയോക്കർ ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആക്ച്വലി എനിക്ക് ഈ പടത്തിൽ ടെക്നിക്കലി ആ തിയേറ്ററിൽ നമ്മൾ ആ എൻജോയ് ചെയ്ത ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്കിത് വർക്കായിട്ടുള്ളൂ. നിങ്ങളിത് സ്മോൾ സ്ക്രീനിലൊക്കെയാണ് കാണുന്നുണ്ടെങ്കിൽ സ്ട്രിക്ട്ലി അവോയ്ഡബിൾ ആണ്. നിങ്ങൾ കാണുകയേ വേണ്ട. കാരണം അതിനുള്ള ഒന്നും തന്നെ ഓഫർ ചെയ്യുന്നൊരു പടമല്ല.